സാങ്കേതിക സർവകലാശാലയിൽ പുതിയ പരീക്ഷാ കൺട്രോളർ അക്കാദമിക് വിഭാഗം ഡയറക്ടർ ലിബീഷ് ടി എമ്മിനാണ് പുതിയ ചുമതല. മുൻ കൺട്രോളർ വിനു തോമസ് അയോഗ്യനായതിനെ തുടർന്നാണ് നടപടി. ഗോപാൽ ശിലാസനലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, ഇതിപ്പോൾ ഈ നടപടി എന്ന് പറയുന്നത് പ്രോസസ് സ്ഥാനത്ത് നിന്ന് അസോസിയേറ്റ് പ്രൊഫസറിലേക്ക് തരം താഴ്ത്തിയ ഒരു ഘട്ടത്തിലാണ്. വിനു തോമസിനെ തരം താഴ്ത്തിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും പ്രോസസ് സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് മാത്രമേ പരീക്ഷാ കൺട്രോളർ ആകാൻ കഴിയുള്ളൂ, അല്ലേ? ഗോപാൽ ശിലാസനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, കേൾക്കാമെങ്കിൽ ഇതൊരു നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ വിനു തോമസിനെ തരം താഴ്ത്തിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. പ്രോസസ് സ്ഥാനത്തുള്ള ആൾക്ക് മാത്രമേ പരീക്ഷാ കൺട്രോളർ ആകാൻ കഴിയുള്ളൂ. അതെ ശ്രുതി, ഇപ്പോൾ വിനു തോമസിന് തുടർച്ചയായ തിരിച്ചടികൾ എന്ന് വേണം ഈ ഒരു നടപടിയെ കണക്കിലെടുക്കാൻ. കാരണം ഏറെ നാളായി തന്നെ സർവകലാശാലയിൽ വൈസ് ചാൻസലറും പരീക്ഷാ കൺട്രോളും അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല പോയിരുന്നത്. ഇപ്പോൾ കിട്ടിയ ഒരു അവസരം വൈസ് ചാൻസലർ വേണമെങ്കിൽ വിനു തോമസിനെതിരായ ഒരു ആയുധമാക്കി എന്ന് വേണം കണക്കിലെടുക്കാൻ. കഴിഞ്ഞ ദിവസമാണ് IHRD ഡയറക്ടർ വിനു തോമസിനെ അഴിമതി കേസിൽ കുറ്റം തെളിയിക്കപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രൊഫസർ സ്ഥാനത്ത് നിന്ന് അസോസിയേറ്റ് പ്രൊഫസർ സ്ഥാനത്തേക്ക് തരം താഴ്ത്തിയത്. ഇതോടുകൂടി തന്നെ ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രൊഫസർ സ്ഥാനത്ത് തസ്തികയില്ലാത്ത ഒരാൾക്ക് പരീക്ഷാ കൺട്രോളറായും അക്കാദമിക് വിഭാഗം ഡീനായും ഇരിക്കാൻ കഴിയുകയില്ല. അയാൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്നു എന്ന് കാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കുകയും പകരം അക്കാദമിക് വിഭാഗം ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ലിബീഷ് ടി എമ്മിനെ പരീക്ഷാ കൺട്രോളുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ ഉത്തരവ് തന്നെ സാങ്കേതിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്. വൈസ് ചാൻസലർക്ക് വേണ്ടി രജിസ്ട്രാർ ഗോപിനാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറുവശത്ത് തങ്ങൾ ഇത്തരത്തിൽ സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ ഒഴിവാക്കി പുതിയ ആളെ നിയമിച്ചിട്ടുണ്ട് എന്ന് കാട്ടി IHRD ഡയറക്ടർക്കും ഈ ഉത്തരവിന്റെ ഒരു പകർപ്പ് സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് കൈമാറിയിട്ടുണ്ട്. അക്കാദമിക് വിഭാഗം ഡയറക്ടർ ലിബീഷ് ടി എമ്മിനാണ് പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഗോപാൽ ശിലാസനൽ നൽകിയത്.